ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 0 to 35 വോൾട്ട് വേരി ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ ആണ്. സിമ്പിളായിട്ടുള്ളൊരു പവർ സപ്ലൈ. നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ IRFP 250 എന്ന് പറയുന്ന ഒരു മോസ്ഫെറ്റാണ്. ഈ മോസ്ഫെറ്റിന് മാക്സിമം 30 ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മളിതിനകത്ത് യൂസ് ചെയ്യുമ്പം എന്ത് വന്നാലും നല്ലൊരു ഹീറ്റ് സിങ്ക് ഇതിന് വേണം, നന്നായിട്ട് ചൂടുമാവും. പിന്നെ നമ്മൾ ഈ മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യണത് ഈ LM317 എന്ന് പറഞ്ഞാൽ വേരിയബിൾ പവർ സപ്ലൈ ആണ്. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ LM317 ഹീറ്റ് സിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വാമാവേ ഉള്ളൂ, ഒരു ചൂടൊന്നും ആവില്ല. എൻ്റെ കയ്യിൽ തീരെ ചെറിയ ഹീറ്റ് സിങ്ക് ഇല്ലാത്തതുകൊണ്ട് ഈ വലിയ ഹീറ്റ് സിങ്കിൽ ഞാൻ ഫിക്സ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു സൂപ്പർ പവർ സപ്ലൈ ആണെന്ന് ചോദിച്ചാൽ ഞാൻ യെസ് എന്നൊന്നും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിന് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഇല്ല, കറണ്ട് കൺട്രോൾ ഇല്ല, അങ്ങനത്തെ ഒരു കുന്ത്രാണ്ടങ്ങളും ഇതിനകത്ത് ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിന് ഈ സർക്യൂട്ടിനെ എടുത്ത് വീഡിയോ ആയിട്ട് ഇട്ടെന്ന്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു അത്യാവശ്യത്തിനൊരു ഹൈ ആംപിയർ പവർ, ഒരു 15 ആംപിയർ വലിക്കാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ വേണം, അതും റെഗുലേറ്റഡ്. അത് നിങ്ങൾക്കറിയാം, അതൊരു ഒരു സേഫ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യാനാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഷോർട്ട് സർക്യൂട്ടൊന്നും ഉണ്ടാവില്ല, ഫിക്സഡ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്കൊരു വേരിയബിൾ പവർ സപ്ലൈ വേണം, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പം അങ്ങനെ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. അതായത് പ്രീസെറ്റ്, ഞാനിപ്പോൾ ലീനിയർ കൺട്രോളാണ് യൂസ് ചെയ്താണ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്കൊരു പ്രീസെറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിനെ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജാണ് ഇതിന് ഉള്ളത്. പിന്നെ ഈ മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ നന്നായിട്ട് ചുട്ട് പഴുക്കും കേട്ടോ. കാരണം എൻ്റെ വീഡിയോയിൽ ഞാനിത് 1.8 ആംപിയർ വലിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ മോട്ടോറിലാണ് പിടിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും വാമോ ആയിട്ടില്ല. പക്ഷേ ഞാനിത് ആക്ച്വലി ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പെൽറ്റിയർ മോഡ്യൂളിൻ്റെ ടെസ്റ്റിങ്ങിലായിരുന്നു. പെൽറ്റിയർ മോഡ്യൂൾ അറിയാമല്ലോ അല്ലേ, ഒരു സൈഡ് ചൂടും ഒരു സൈഡ് തണുപ്പും ആവുന്ന സാധനം. നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഒരു സൈഡ് ചുട്ട് പഴുകും, മറ്റേ സൈഡ് തണുക്കും. അതെന്ന് പറഞ്ഞാൽ 10 ആംപിയർ വലിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ 18 വോൾട്ട് 15 ആംപിയറിൻ്റെ ഒരു SMPS പവർ സപ്ലൈ ഉണ്ടായിരുന്നു. നില്ല ഒരു മിനിറ്റ്, ഇത് 2 വാട്ടിൻ്റെ റെസിസ്റ്ററാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ 1/2 വാട്ടിൻ്റെ റെസിസ്റ്റർ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 2 വാട്ടിൻ്റെ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റേത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ എന്തിന് പറഞ്ഞുകൊണ്ട് വന്നത് 15 വോൾട്ട് 15 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ. അപ്പോൾ അതിന് 15 വോൾട്ട് എനിക്ക് പിടിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സർക്യൂട്ടിനെ കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യുകയും കണ്ടുപിടിക്കുകയും അതിനൊന്ന് ഉണ്ടാക്കി നോക്കി ആദ്യമേ. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ പിടിച്ച് ആണ് ഞാൻ ആ പെൽറ്റിയർ മോഡ്യൂൾ കൊടുത്തത്. പക്ഷേ പെൽറ്റിയർ മോഡ്യൂൾ കൊടുത്തപ്പോൾ ഇവനങ്ങ് പഴുത്ത് നല്ലതായിട്ട് ചൂടാവും. പക്ഷേ വിസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3.5-4 മണിക്കൂറോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നു. കാരണം ആ ഒരു തണുപ്പുണ്ടാക്കാൻ വേണ്ടി, ഒരു ഫ്രിഡ്ജിൻ്റെ ഉണ്ടാക്കാനുള്ള ഒരു സർക്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഞാനത് ടെസ്റ്റ് ചെയ്തത്. അപ്പം അത്രയും ഒരു 3 മണിക്കൂറോളം ഓൺ ചെയ്ത് വെച്ചിരുന്നു. അപ്പം നന്നായിട്ട് ചുട്ട് പഴുക്കുക കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം പറ്റില്ല, അടിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം ഇതിനെ നമുക്കൊരു ബെഞ്ച് പവർ സപ്ലൈ ഒന്നും ആക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ബെഞ്ച് പവർ സപ്ലൈ അറിയാമല്ലോ, എപ്പോഴും ഷോർട്ടൊക്കെ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോഴേ ഇതൊക്കെ അടിച്ചു പോകും. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ വീഡിയോയിൽ എൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ വോൾട്ട്മീറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എൻ്റെ മൾട്ടിമീറ്ററാണ്. പിന്നെ ഇൻപുട്ടിന് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഒരു വോൾട്ട്മീറ്റർ ഉണ്ട്. അതുകൊണ്ട് കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയുള്ള റിഫ്രഷ് റേറ്റ് കുറവായത് കാരണമാണ് അത് ബ്ലിങ്കായി നിൽക്കുന്നത്. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് 14.4 വോൾട്ടേജിൽ വെച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾക്കാണ് 5.741. ഞാൻ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ജസ്റ്റ് ഒന്ന് വേരി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. ഞാൻ ഇതിനെ 4 വോൾട്ടേജിൽ സെറ്റ് ചെയ്യും. 4 വോൾട്ടേജിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടോ, ഇപ്പോൾ 4 വോൾട്ട്. എന്നിട്ട് ഞാൻ ഇൻപുട്ട് ഇപ്പോൾ 14.4 അതിനെ ഞാൻ കൂട്ടി 36 വോൾട്ട് അല്ലെങ്കിൽ 35 വോൾട്ടേജിലേക്ക് കൂട്ടും. അപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് ശ്രദ്ധിച്ചോ, 4 വോൾട്ടേജ് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്, ഒരു അനക്കവും ഇല്ല. അപ്പം റെഗുലേഷൻ അവിടെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ വേരി ചെയ്ത് 35 വോൾട്ടേജ് വരെ വേരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഈ LED ഡ്രൈവേഴ്സ് ഇല്ലേ, അപ്പോൾ അതിനകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ മിനിമം വോൾട്ടേജ് എന്ന് വെച്ചാൽ 0 വോൾട്ടേജാണ്. 0.1 വോൾട്ടേജ് വരെ മിനിമം നമുക്കിതിനകത്ത് ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഇല്ല, പിന്നെ കറണ്ട് കൺട്രോൾ ഇല്ല. കറണ്ടൊക്കെ ഇൻഫിനിറ്റി ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് ഏത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തോന്നാലും ഒരു ഫ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. ഒരു 20 ആംപിയർ അല്ലെങ്കിൽ 15 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ആ സമയത്ത് തന്നെ ഫ്യൂസ് പോവും. പക്ഷേ അപ്പം അങ്ങനെ നമുക്കിതിനെ ഈ മോസ്ഫെറ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പെർഫെക്റ്റ് റെഗുലേറ്റർ ആണെന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഹെവി ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോന്നാലും വോൾട്ടേജ് ഡ്രോപ്പ് ആവും. കാരണം നല്ലൊരു റെഗുലേറ്റർ എന്ന് വെച്ചാൽ ഹെവി ലോഡിൽ ഡ്രോപ്പ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം 10 വോൾട്ട് ആണെങ്കിൽ ഹെവി ലോഡ് കൊടുത്താൽ എത്ര വോൾട്ട് കൊടുത്താലും അത് 10 വോൾട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അതിനുശേഷം പിന്നെ അടിച്ചു പോകണം. ഇനി നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കാം. കണ്ടാൽ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. LM317 സാധാരണ ഉള്ള വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഗേറ്റ് പിടിച്ച് കൊടുത്തേക്കുന്നു. അപ്പം LM317 അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വോൾട്ടേജും മാറുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ 1.8 ആംപിയർ വലിക്കുന്ന ഒരു മോട്ടറാണ്. അതാണ് ഞാൻ ലോഡായിട്ട് കൊടുക്കാൻ പോകുന്നത്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻപുട്ട് പവർ സപ്ലൈ 12 വോൾട്ട് ആക്കിയിട്ടുണ്ട്. കാരണം 12 വോൾട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ മോട്ടർ കത്തിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് 12 വോൾട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം മാക്സിമം ഇതിന് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന 12 വോൾട്ടാണ്. അപ്പം ഞാനിപ്പം വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്താലും അവൻ അടിച്ചു പോവില്ല. എന്നിട്ട് നമുക്ക് ഇൻപുട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വേരി ചെയ്യാം. അപ്പം 0 to 12 വോൾട്ട് വരെ വേരി ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഇതിപ്പം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സർക്യൂട്ടിനെ കുറിച്ചോ വീഡിയോയെക്കുറിച്ചോ എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തുണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ സർക്യൂട്ട് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പക്ഷേ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഇല്ലേ ആ റീസണും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതിലെനിക്ക് ആരുടെ ദേഷ്യമൊന്നും തോന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ നല്ലതിന് വേണ്ടിയാണല്ലോ നിങ്ങളത് പറയണത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ഉള്ളതായിരിക്കും ഞാൻ ഇടുന്നത്. പറ്റുമോ നോക്കട്ടെ, കറണ്ട് കൺട്രോളും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.